ജനുവരി 26 എന്ന തീയതിയിൽ പ്രേക്ഷകരെ സർപ്രൈസിൽ എത്തിക്കാൻ നിരവധി കാര്യങ്ങളാണ് മോഹൻലാൽ നമുക്ക് മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. മോഹൻലാൽ ആരാധകർക്ക് ഒരു ട്രീറ്റ് തന്നെയാകും ആ ദിവസം എന്നതിൽ സംശയമൊന്നുമില്ല. ആശീർവാദ് സിനിമാസിന്റെ 25ാം വർഷം ആഘോഷിക്കുന്ന വേളയിലാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്. പുതിയ സിനിമകളുടെ അനൗൺസ്മെന്റ്, വരാൻ പോകുന്ന സിനിമകളുടെ കൂടുതൽ ഡീറ്റെയിലുകൾ, അപ്ഡേറ്റുകൾ ഒക്കെ വരും. അതിൽ ഒന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, എമ്പുരാന്റെ ടീസർ ഗ്ലിംസ് വീഡിയോ വരാൻ പോകുന്ന കാര്യം. അതിനുവേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനൊപ്പം തന്നെ മോഹൻലാലിന്റെ ചില സിനിമകളുടെ പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. അതിൽ പല സിനിമകളുടെയും പേരുകൾ നമ്മൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആരാണ് സംവിധാനം ചെയ്യുന്നത് എന്നതൊക്കെ. ജിതു മാധവൻ സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ സിനിമ വരുന്നുണ്ട്, അമൽ നീരജ് സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ സിനിമ വരുന്നുണ്ട് എന്നതൊക്കെ ചിലപ്പോൾ പ്രഖ്യാപനം നടന്നേക്കാം ഈ ദിവസങ്ങളിൽ. അതിനൊപ്പം തന്നെയാണ് മോഹൻലാൽ അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റുകളിൽ ഒന്ന് TK രാജീവ് കുമാറിന്റേതാണ് എന്ന് പറയുന്നത്. ആ പ്രഖ്യാപനവും വന്നേക്കാനുള്ള സാധ്യതയുണ്ട്. TK രാജീവ് കുമാറിനൊപ്പം മോഹൻലാൽ ഒരു പടം ചെയ്യാൻ പോകുന്ന കാര്യം മോഹൻലാൽ തന്നെ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു. 2 വർഷം മുൻപ് മോഹൻലാൽ തന്നെ പറഞ്ഞ പ്രോജക്റ്റാണിത്. പ്രത്യക്ഷത്തിൽ പരാമർശിച്ചിട്ടില്ല എങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ രാജീവ് കുമാർ ഇട്ട പോസ്റ്റിൽ ഫാൻസ് രോഷമുണ്ടാക്കുന്നുണ്ട്. കാരണം ഈ ഇടയ്ക്ക് ഇവരുടെ ഈ കൂട്ടായ്മയുടെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരിൽ നിന്നും ഉണ്ടായിരുന്നു. കാരണം ലാലോണം, ഗ്ലോറിയ എന്ന ക്രിസ്മസ് ഗാനം, ഇദ്ദേഹം ചെയ്ത അമ്മയുടെ ഷോ ഒക്കെ കമന്റ് സെക്ഷനിൽ പരാമർശം കണ്ടിരുന്നു. ഇത് വലിയ രീതിയിൽ വിമർശിച്ച പ്രോഗ്രാമുകളായിരുന്നു TK രാജീവ് കുമാർ ചെയ്തതുമായി ബന്ധപ്പെട്ട്. അതിൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. അത്ര മോശമാണ് ആ വർക്കുകൾ എന്ന് തന്നെ അവർ പറയുകയാണ്. യാതൊരു ക്രിയേറ്റിവിറ്റിയും ഇല്ലാത്തവ. പക്ഷേ ചില പ്രേക്ഷകർ പറയുന്നു, ഞാൻ ഏറെ ആകാംക്ഷയോടെയാണ് ഈ കോംബോയുടെ സിനിമ നോക്കുന്നത്. മോഹൻലാൽ, അമൽ, ജിതു മാധവൻ പ്രോജക്റ്റ് ഒക്കെ ഏതാണ്ട് ഉറപ്പിച്ച പ്രോജക്റ്റുകൾ ആണെങ്കിലും അതിലും താല്പര്യം TK രാജീവ് കുമാർ എങ്ങനെ അടുത്ത സിനിമ ചെയ്യും എന്ന് കാണാനാണ്. ഒരു ആവറേജ് സിനിമ വന്നാൽ പോലും അതിൽ ഞാൻ തൃപ്തനായിരിക്കും. അത്ര നിലവാരം ഇല്ലാത്തവയാണ് കഴിഞ്ഞ കുറെ നാളുകളായി കാട്ടിക്കൂട്ടുന്നത് എന്നതൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. TK രാജീവ് കുമാറും മോഹൻലാലും ഒന്നിച്ചപ്പോൾ പവിത്രം പോലൊരു ഗംഭീര സിനിമ നമുക്ക് ലഭിച്ചിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ അത്ര മോശമായ സിനിമ ഇവർ ചെയ്യില്ല എന്നുറപ്പാണ്. എന്തായാലും വരട്ടെ, അങ്ങനെയും ചില സിനിമകൾ സംഭവിക്കണമല്ലോ. അതിനുവേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നു എന്നുകൂടി പറയുകയാണ് ഈ വിമർശനങ്ങൾക്കിടയിലും. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കോമ്പിനേഷനിലുള്ള സിനിമകൾ മോഹൻലാലിന്റേതായി സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പല സംവിധായകരുടെയും പേരുകൾ ഇതിനോടകം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വേറെ സംവിധായകർ മോഹൻലാലുമായി ചേർന്ന് സിനിമകൾ ചെയ്യുന്നു എന്നതും കൂടി നോക്കി കാണേണ്ടതുണ്ട്. ഷാജി കൈലാസിന്റെ പേരുകളൊക്കെ നേരത്തെ പറഞ്ഞു കേട്ടിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു മോഹൻലാലുമായി ഒരു സിനിമ ചെയ്യാൻ പോകുന്നു എന്നത്. പിന്നെ വൈശാഖ്, അങ്ങനെ കുറെ സംവിധായകരുടെ പേരുകൾ ഉണ്ട്. ഏതായാലും അതൊരു ഭാഗത്തേക്കുമ്പോൾ ഷാജി കൈലാസ് മോഹൻലാൽ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. മലയാളത്തിന് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച സംവിധായകരാണ് ഷാജി കൈലാസ്. ന്യൂസ് എന്ന ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച ഷാജി കൈലാസ് ഡോക്ടർ പശുപതി എന്ന ചിത്രത്തിലൂടെയാണ് ശ്രദ്ധേയനായത്. പിന്നീട് തലസ്ഥാനം, ദി കിങ്, കമ്മീഷണർ, ആറാം തമ്പുരാൻ, നരസിംഹം, വെള്ളിയേട്ടൻ തുടങ്ങി എവർഗ്രീൻ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. ഇടയ്ക്ക് തുടർ പരാജയങ്ങൾ നേരിട്ട ഷാജി കൈലാസ് ചെറിയൊരു ഇടവേള എടുക്കുകയും കടുവ എന്ന ചിത്രത്തിലൂടെ തിരിച്ചൊരു നടത്തുകയും ചെയ്തു. ഫ്ലോപ്പുകൾ കൊണ്ടുതന്നെയാണ് മലയാള സിനിമയിൽ നിന്നും താൻ മാറി നിന്നിരുന്നത് എന്നും അതിനിടയിൽ തമിഴ് സിനിമ ചെയ്തിരുന്നു എന്നും അദ്ദേഹം പറയുന്നു. കഥയാണ് പ്രശ്നമെങ്കിൽ കഥ എഴുതാമെന്ന് രഞ്ജി പണിക്കർ പറഞ്ഞിരുന്നുവെന്നും അത്തരത്തിൽ ഒരു മൾട്ടി സ്റ്റാർ കഥ തയ്യാറാക്കിയെങ്കിലും പിന്നീട് ഉപേക്ഷിക്കുകയുണ്ടായി എന്നും ഷാജി കൈലാസ് പറയുന്ന വാക്കുകൾ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. കാരണം ഈ ചിത്രത്തിൽ മോഹൻലാലിന് വേണ്ടിയാണ് കഥ എഴുതിയത്. മോഹൻലാലിന് വേണ്ടി ഒരു കഥ എഴുതിയെങ്കിലും അത് വേണ്ടെന്ന് വെച്ചെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത്. എന്റെ ഫ്ലോപ്പുകൾ കൊണ്ടുതന്നെയാണ് മലയാള സിനിമയിൽ നിന്നും മാറി നിന്നത്. 9 വർഷത്തിനിടയിൽ 2 തമിഴ് സിനിമകൾ സംവിധാനം ചെയ്തു. സിനിമയുടെ ലോകത്ത് നിന്ന് മുഴുവനായി മാറി നിന്നു എന്നും പറയാനാകില്ല. 9 വർഷം പോയതുപോലും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കഥയാണ് പ്രശ്നമെങ്കിൽ ഞങ്ങൾ നിനക്കൊരു സിനിമ തരാം എന്ന് പറഞ്ഞ് രഞ്ജി പണിക്കറും രഞ്ജിത്തും സിനിമ എഴുതാൻ തുടങ്ങിയിരുന്നു. ആന്റണി പെരുമ്പാവൂർ അത് നിർമ്മിക്കാൻ തയ്യാറായി. 2 സൂപ്പർ സ്റ്റാറുകൾ അഭിനയിക്കുന്ന സിനിമയായിരുന്നു അത്. എഴുത്തിനിടയിൽ രഞ്ജി വിളിക്കും, ഫോണിലൂടെ ഡയലോഗുകൾ പറഞ്ഞ് ആവേശം കൊള്ളും. അത്ര എനർജിയോടെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ചില കാരണങ്ങളാൽ ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നു. ആ സിനിമ സംഭവിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിലായേനെ. 1 വർഷത്തോളം അതിനു പിന്നാലെ പോയി. പിന്നെ കുറെ തിരക്കഥകൾ കേട്ടു. ഷാജി മടിച്ചു നിൽക്കരുത്, എപ്പോൾ വേണമെങ്കിലും കഥയുമായി വരാമെന്ന് ലാൽ സാർ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു തിരക്കഥ കിട്ടി. അതിന്റെ ആദ്യ ഭാഗവുമായി അദ്ദേഹത്തെ കാണാൻ പോയി. ലാൽ സാർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടമായില്ല. അതോടെ ഉപേക്ഷിച്ചു. റെസ്റ്റോറന്റ് തുടങ്ങിയ സമയമായിരുന്നു അത്. സമയം പോകാൻ ഞാൻ അവിടെ പോകും, പാചകം ചെയ്യാനൊക്കെ കൂടും. ഷാജി പോയി സിനിമ ചെയ്യ്, നിങ്ങളുടെ മട്ടിലൊരു സിനിമ തരൂ എന്ന് അത് കണ്ടവർ പറഞ്ഞു. പിന്നെയാണ് കടുവയൊക്കെ ഓണാവുന്നത്. ഷാജി കൈലാസിന്റെ വാക്കുകൾ ഇതായിരുന്നു. ഷാജി കൈലാസ് ഒരുക്കുന്ന ഒരു മോഹൻലാൽ സിനിമ വരുന്നുണ്ടോ എന്നതും കൂടി നോക്കിക്കാണുകയാണ് ഷാജി കൈലാസിന്റെ ഈ വാക്കുകൾ വരുമ്പോൾ. ആശീർവാദിന്റെ ബാനറിൽ ഒരു മോഹൻലാൽ മമ്മൂട്ടി സിനിമ വരുന്നു എന്ന രീതിയിലും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിരുന്നു. അത് ഷാജി കൈലാസ് പ്രോജക്റ്റ് ആയിരിക്കുമോ എന്നതുകൂടി ഡിസ്കഷനുകൾ നടക്കുകയാണ്.